സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. 52 ദിവസ നിരോധനം അടുത്ത ജൂലൈ 31 അർദ്ധരാത്രിക്കാണ് അവസാനിക്കുക. യന്ത്രവൽകൃത യാനങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താൻ കഴിയില്ല. നിരോധനമുണ്ട്. കൊല്ലം ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് അരുൺ രാജ് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ രാജ്. നീണ്ടകരയിലൊക്കെ തന്നെ ഈ ട്രോളിംഗ് നിരോധനം എങ്ങനെയാണ് സ്വാധീനിക്കുക? എന്താണ് അവസ്ഥ? രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയപ്പോൾ പരാതികളുടെ പ്രളയമാണ്. കാരണം തീരദേശ മേഖലയെ സംബന്ധിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 3-4 മാസമായി ഈ തീരദേശ മേഖല വറുതിയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കടുത്ത ചൂട്, അതുപോലെ തന്നെ ഈ മാറി വന്ന കാലാവസ്ഥ, ഇതെല്ലാം തന്നെ മത്സ്യലഭ്യതയടക്കം കുറവ് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ സമയത്ത് മത്സ്യം കൂടുതലായി ലഭിക്കേണ്ടതാണ്. അത്തരം രീതിയിൽ മത്സ്യം ലഭിച്ചില്ല എന്നുള്ള പരാതിയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ 12 മണി മുതലാണ് ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് യന്ത്രവൽകൃത യാനങ്ങൾക്ക് കടലിലേക്ക് പോകാൻ കഴിയില്ല. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ പാലത്തിന് താഴെ, നീണ്ടകര പാലത്തിന് താഴെ ചെങ്ങല കൊണ്ട് ബന്ധിപ്പിച്ച് പിന്നീട് ഈ യന്ത്രവൽകൃത യാനങ്ങളെ പുറത്തേക്ക് വിടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലത്തിന്റെ അടക്കം പണി നടക്കുന്നതിനാൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുന്നില്ല. പകരം തീരദേശ പോലീസിന്റെയും അതുപോലെ തന്നെ തീരദേശ വകുപ്പിന്റെയും പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. എന്തായാലും രാവിലെ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മത്സ്യബന്ധനത്തിന് പോയ യാനങ്ങൾ തിരിച്ചെത്തുന്നുണ്ട്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ വലിയ മത്സ്യങ്ങളുടെ ലഭ്യതയൊന്നും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് തീരദേശത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്? കഴിഞ്ഞ നാളിനെ അപേക്ഷിച്ച് മത്സ്യം കൂടുതലായി ലഭിക്കുന്നുണ്ടോ? വളരെ കുറവ്, വളരെ കുറവ്, വളരെ കഷ്ടത. ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ചാണെങ്കിലും മത്സ്യത്തൊഴിലാളികളും അതോട് അനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരും വളരെ കഷ്ടതയിലാണ്. ഈ ട്രോളിംഗ് നിരോധനം കൂടി ആകുമ്പോൾ ഇതിന്റെ അവസ്ഥ കൂടുതൽ ദയനീയമാവും. ട്രോളിംഗ് കൂടെ ആയിക്കഴിഞ്ഞാൽ മോശമാകും. ബോട്ടിൽ പോകുന്നവരവസ്ഥ വളരെ മോശമാണ്. ഇപ്പോഴത്തെ ഈ കാറ്റും ഈ മഴയും വന്ന കാരണം ആർക്കും പണിക്കുവാൻ പറ്റുന്നില്ല. ആകെ പ്രതിസന്ധിയാണ്. ബോട്ടുകൾ 90% ഈ എണ്ണക്കാശും കടവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഏതാണ്ട് തുച്ഛമായ ബോട്ടുകൾക്കുള്ളിൽ എന്തെങ്കിലും പണി നടക്കുന്നത്. ഞങ്ങളുടെ ഈ 52 ദിവസത്തിൽ ഞങ്ങളുടെ ജീവിതം ഭാഗപ്പെടും. ഈ പരാതികൾ അത് ഓരോ ഘട്ടത്തിൽ നമ്മൾ എത്തുമ്പോൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അത് കുറച്ചുകൂടി രൂക്ഷമാണ് സ്ഥിതി. കൂടുതൽ പാക്കേജുകൾ അനുവദിക്കണം, റേഷൻ അടക്കം കൂടുതൽ ലഭ്യമാക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ചതാണ്. ഇത്തവണ ട്രോളിങ്ങിന് മറ്റൊരു നിബന്ധന കൂടി വന്നിട്ടുണ്ട്. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു വള്ളങ്ങൾക്ക് മാത്രമേ ഈ മത്സ്യബന്ധനം അനുവദിക്കുകയുള്ളൂ. കാരണം നേരത്തെ ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം കൂടുതൽ യാനങ്ങൾ പോവുകയും ഈ മത്സ്യബന്ധനം ചെയ്യുന്ന രീതി ഈ തീരദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്യ സംസ്ഥാന ുള്ള യന്ത്രവൽകൃത യാനങ്ങൾക്ക് സംസ്ഥാനത്തിന് തീരദേശ അതിർത്തിയിലേക്ക് കടക്കുന്നതിനുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി അവിടെ നേവിയുടെയും തീരദേശ പോലീസിന്റെയും പരിശോധന കൂടി ഇന്നു മുതൽ ആരംഭിക്കും. മറ്റൊന്ന്, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള മത്സ്യങ്ങൾ സംസ്ഥാനത്തിന് അകത്തേക്ക് വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജില്ലാ അതിർത്തികളിൽ പരിശോധന കൂടി കർശനമാക്കാനുള്ള തീരുമാനം നിലവിൽ ജില്ലാ ഭരണകൂടങ്ങൾ കൈക്കൊണ്ടിട്ടുമുണ്ട്. അങ്ങനെ സംസ്ഥാനം ട്രോളിംഗ് നിരോധനത്തിലേക്ക് പോകുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും തീരദേശ വകുപ്പ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.